ഹായ് ഓൾ, നമസ്കാരം. നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് പുതിയ ഒരു ക്ലാസ്സിലേക്ക് പോകുന്ന +2 കഴിഞ്ഞവരോടും 10th കഴിഞ്ഞവരോടുമാണ് ഇന്ന് 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 5 പോയിൻ്റ് ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പോയിൻ്റ് നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിൻ്റ്, ദിസ് മാർക്ക് ഓർ ഗ്രേഡ് ഈസ് നോട്ട് യുവർ ഫൈനൽ മാർക്ക് ഓർ ഗ്രേഡ്. നമ്മൾ എല്ലാ ദിവസവും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ ഗ്രേഡ് അല്ലെങ്കിൽ ഈ D+ അല്ലെങ്കിൽ C, ഇത് ഒരിക്കലും നമ്മുടെ ഫൈനൽ ഗ്രേഡോ ഫൈനൽ മാർക്കോ അല്ല. തുടർന്നുള്ള വഴികളിലേക്ക്, മുന്നോട്ടുള്ള പാതകളിലേക്കുള്ള ഒരു കാൽവെപ്പ് മാത്രമാണ് ഇത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ കിട്ടിയ ഈ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഈ ഒരു മാർക്ക് കുറഞ്ഞത് ഒരു തുടക്കം മാത്രമാണ്. ഇതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ടും എങ്ങനെ ഇനിയും മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചുകൊണ്ടും കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ എന്താണോ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്തത്, നിങ്ങളുടെ അഭിരുചിയും ഇൻട്രസ്റ്റും ഒക്കെ നോക്കിയിട്ടുള്ള കരിയറും കോഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള വഴികൾ നിങ്ങൾക്ക് ഒരു പ്രതിബദ്ധതയും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പോയിന്റ് നമ്പർ 2, റീൽസ് വേഴ്സസ് റിയാലിറ്റി. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റീൽസ് വേഴ്സസ് റിയാലിറ്റി. നമ്മൾ ഇന്ന് റീലുകളുടെ ലോകത്താണ് അല്ലേ? നമ്മൾ ഓരോരുത്തരും റീൽസുകളുടെ ലോകത്താണ്. റീൽസ് കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനക്കേടാണ്. എന്ത് കാര്യത്തിനും റീൽസിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണ് നാം ഓരോരുത്തരും. കാണാതിരിക്കാൻ നമുക്കാവില്ല. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു റിയാലിറ്റി? ഈ റീൽസ് കൊണ്ടാണോ നമുക്ക് രക്ഷപ്പെടാൻ പോകാനുള്ളത്? ഒരിക്കലുമല്ല. റീൽസ് ഉണ്ടാക്കുന്ന ആൾ അയാളുടെ പുരോഗതിയും അയാളുടെ ഫോളോവേഴ്സും അയാൾക്ക് എന്തെങ്കിലും നേട്ടവും കിട്ടാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ആ റീൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ വേൾഡ് ഓർ ദ റിയൽ സിറ്റുവേഷൻ. അത് ജസ്റ്റ് അതിൽ നിന്നും എന്തെങ്കിലും നമ്മൾക്ക് ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇറ്റ് ആസ് ആൻ എൻ്റർടൈൻമെൻറ്റ് എടുക്കുക. നമ്മളുടെ സമയവും എനർജിയും പൈസയും നഷ്ടപ്പെടുത്താതെ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് AI വേഴ്സസ് HI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേഴ്സസ് ഹ്യൂമൺ ഇൻ്റലിജൻസ് എന്നാണ്. നമ്മൾ എന്തിനും ഏതിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആശ്രയിക്കുന്ന ChatGPT, ഞാൻ ChatGPTയോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ദിവസത്തെ ആളുടെ വർക്ക് പ്ലാൻ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആളുടെ ഒരു സ്റ്റഡി ഷെഡ്യൂളിന് വേണ്ടി ചോദിക്കുന്നത് ChatGPTയോടാണ്. ChatGPTക്ക് നമ്മൾ എന്തെല്ലാം പ്രോംപ്റ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്കൊരു ഷെഡ്യൂളോ ഒരു പ്ലാനോ ഇനി എന്ത് കാര്യമാണെങ്കിലും നമുക്ക് തരാൻ പറ്റുള്ളൂ. നമ്മളുടെ എല്ലാ വൈകാരികമായ നമ്മളുടെ ഈ അല്ലാത്ത നമ്മളുടെ സ്വഭാവപരമായ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെ വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൺ ഇൻ്റലിജൻസിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയും അതിൻ്റെ റീസണിങ് എബിലിറ്റിയും ലോജിക്കൽ ആപ്ലിക്കേഷൻസും നഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ AI മാത്രം ആശ്രയിക്കുന്ന ഒരു അവസ്ഥ അല്ല വേണ്ടത്. AI-യിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ ചിന്തക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കും അനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ള കാരണം. നാലാമത്തത്, മെൻ്റൽ ഹെൽത്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർക്കുന്ന ഒരു വെൽത്ത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെ നശിക്കുന്ന ബുദ്ധിമുട്ടിലാകുന്ന ഒരു കാര്യത്തിലേക്കും നിങ്ങൾ പോവാതിരിക്കുകയോ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയോ ചെയ്താൽ യു ഹാവ് ടു ഓപ്പൺ ടു യുവർ പാരൻസ്, ടു യുവർ കൗൺസിലേഴ്സ്, ടു യുവർ ടീച്ചേഴ്സ്. ആരാണോ നിങ്ങൾക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ, അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുകയും അതിനുള്ള സൊല്യൂഷൻസും അതിനുള്ള റെമഡിയൽ മെഷേഴ്സും നമ്മൾ ആ സമയാസമയങ്ങളിൽ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിലും പാഠങ്ങളിലും അക്കാഡമിക്സിലും ശ്രദ്ധിച്ച് വളരെ നല്ല രീതികളിൽ ടെൻഷൻ ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ, ആങ്സൈറ്റി ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ കാര്യം, ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലേൺ ടു ഫേസ് ഫെയിലിയർ. ഫെയിലിയറിനെ നിങ്ങൾ തോൽക്കാൻ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പറ്റാത്ത ഒരു കാര്യമോ ഒരു മഹാ അപരാധമായിട്ടുള്ള ഒരു കാര്യമോ അല്ല. തോൽവി ഇറ്റ് ഈസ് ന്യൂ നോർമൽ, സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
തോൽവിയിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. എന്തുകൊണ്ടാണ് തോൽവി, എന്തുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ ബാക്കിലായിപ്പോയി, അതിനുള്ള റീസൺ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നിട്ട് മുന്നേറുമ്പം ആ മുന്നേറ്റത്തിന് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റും. അപ്പോൾ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട്, പണ്ടുള്ള ഒരു വാക്യമുണ്ടല്ലേ, തോൽവി പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്. ആ പറയുന്നത് തന്നെയാണ് നമുക്കത് കാലാകാലത്തും ലോകമുള്ളിടത്തോളം കാലം പ്രസക്തിയുള്ളൊരു പഴഞ്ചൊല്ലാണ് തോൽവി. ഒരു ഫ്രേസാണ് തോൽവി വിജയത്തിൻ്റെ മുന്നോടിയാണത്. തോറ്റ് വേണം നമ്മൾ വിജയിക്കാൻ പഠിക്കാൻ. പഠിച്ചില്ലെങ്കിൽ ഒരു ചെറിയ തോൽവി അല്ലെങ്കിൽ ചെറിയ ഒരു അവഗണന പോലും നമുക്ക് സഹിക്കാൻ പറ്റാതെ, നമുക്ക് താങ്ങാനാവാതെ നമ്മുടെ ജീവിതം തന്നെ ബുദ്ധിമുട്ടിലാവുന്ന, മുന്നോട്ടുള്ള കരിയറുകളെല്ലാം പാടെ നമ്മൾ അതിൽ നിന്നൊക്കെ പിൻവലിയുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊന്നുമക്കൾ, ഈ 5 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. റീൽസ് വേഴ്സസ് റിയാലിറ്റി, ദിസ് മാർക്ക് ഈസ് നോട്ട് യുവർ ഫൈനൽ മാർക്ക്, മെൻ്റൽ ഹെൽത്ത് ഈസ് ദ വെൽത്ത്, AI വേഴ്സസ് HI, ലേൺ ടു ഫേസ് ഫെയിലിയർ. ഈ 5 പോയിന്റുകളും എല്ലാ ദിവസവും നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിൽ റിമൈൻഡ് ചെയ്തുകൊണ്ട് ഈ നിങ്ങളുടെ മുൻ വർഷങ്ങൾ, ഇനിയുള്ള മുന്നോട്ടുള്ള വർഷങ്ങളിൽ കരിയറിനെയും കോഴ്സിനെയും ഒക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓൾ.